സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് പിന്നാലെ സജി നന്ദ്യാട്ടിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഫിലിം ചേംബർ. അംഗത്വം സംബന്ധിച്ച രേഖകളിൽ സജി നന്ദ്യാട്ട് കൃത്രിമം നടത്തിയെന്നാണ് പരാതി. നിർമ്മാതാവ് മനോജ് റാം സിംഗ് ആണ് പരാതി നൽകിയത്. നിയമോപദേശത്തെ തുടർന്ന് സജി നന്ദ്യാട്ടിന്റെ അംഗത്വം റദ്ദാക്കിയെന്നാണ് ഫിലിം ചേംബർ പറയുന്നത്. ലേബിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലേബി സജീന്ദ്രൻ, ഗുഡ് മോർണിംഗ്. സജി നന്ദ്യാട്ടിനെതിരെ ഇങ്ങനൊരു നീക്കം നടന്നതിനെ തുടർന്നാണോ സജി നന്ദ്യാട്ട് രാജിവെക്കുന്നത്? എന്താണ് സംഭവിച്ചിരിക്കുന്നത് ലേബി? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഇന്നലെ വൈകിട്ട് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് താൻ ഫിലിം ചേംബർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയാണ് എന്നുള്ള സജി നന്ദ്യാട്ടിന്റെ പ്രസ്താവന വന്നതിനെ തുടർന്നാണ് ചേംബറിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. ചേംബറിനകത്ത് കാര്യമായ അഭിപ്രായ വ്യത്യാസമാണ് സജി നന്ദ്യാട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. സജി നന്ദ്യാട്ട് നിലവിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളായി ഈ സ്ഥാനത്ത് തുടരുന്നു, ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നു. ഫിലിം ചേംബറിന്റെ തിരഞ്ഞെടുപ്പ് 27 വരികയാണ്. അതേസമയം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും സജി നന്ദ്യാട്ട് മത്സരിക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പ് 14 നടക്കുകയുമാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സജി നന്ദ്യാട്ട് പത്രിക കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വഹിക്കുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ചേംബറിന്റെ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സജി നന്ദ്യാട്ട് നടത്തി വരുന്നത്. അതിന് തടയിടുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിനുള്ളിലെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത്. അതായത് സജി നന്ദ്യാട്ട്, അതിന്റെ ഒരു ബൈലോ തന്നെയുണ്ട് ഡോക്ടർ അരുൺ. ചേംബറിൽ നിർമ്മാതാക്കളുണ്ട്, വിതരണക്കാരുണ്ട്, തിയേറ്റർ ഉടമകളുമുണ്ട്. ഇതിൽ ഓരോ ടേൺ അനുസരിച്ചാണ് ഇവർക്ക് പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനങ്ങളൊക്കെ വരിക. ഇനി വരാനുള്ള പ്രസിഡന്റ് സ്ഥാനം ഇതിൽ വിതരണക്കാർക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അംഗത്വം നൽകിയതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിർമ്മാതാവ് മനോജ് രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും തനിക്കെതിരെ ഇവർ ഈ ഗൂഢ സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഫിലിം ചേംബറിൽ എന്നൊക്കെ പറഞ്ഞാണ് സജി നന്ദ്യാട്ട് രാജിവെച്ചത്. എന്നാൽ സജി നന്ദ്യാട്ട് ഇതിനകത്ത് ക്രമക്കേട് കാണിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഫിലിം ചേംബറിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇന്നലത്തെ യോഗത്തിൽ വന്ന് രാജിവെക്കാനുള്ള നീക്കമൊക്കെ നടന്നപ്പോൾ നിർമ്മാതാവ് സുരേഷ് കുമാർ അടക്കമുള്ളവരൊക്കെ അത് ആദ്യം തടഞ്ഞിരുന്നു. ഏതായാലും പിന്നീട് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് തനിക്കെതിരെ 4-5 പേർ ഗൂഢമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് ആരോപണം. ഏതായാലും സജി നന്ദ്യാട്ട് സാന്ദ്ര തോമസിന്റെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്കുള്ള പരാതി തള്ളിയ സമയത്ത് സാന്ദ്രയ്ക്ക് അനുകൂലമായി നിലപാടെടുത്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ അസ്വാരസ്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ചേംബറിലും ഒക്കെ ഉണ്ടായിരുന്നു. ചേംബർ ഇപ്പോൾ സജി നന്ദ്യാട്ടിനെതിരെ